റെഡിയാണോ കുട്ടാ? യെസ് കുട്ടാ, വി ആർ കുട്ടൻസ് ഇൻ ഫ്രാൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അക്കോമഡേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മളിവിടെ അക്കോമഡേഷൻ സെറ്റാക്കിയത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എത്ര റേറ്റൊക്കെ ആയി, എത്ര പൈസ കൊടുക്കേണ്ടി വരും, അതിനൊക്കെ കുറിച്ച്. സോ തുടങ്ങാം. അപ്പോൾ എൻ്റെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡ് അപ്പാർട്ടാണ്. ഞാൻ ക്രൂസ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി എയ്ഡഡ് അക്കോമഡേഷനാണ് എടുത്തത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ടും ഞാനിപ്പോൾ സ്റ്റുഡ് അപ്പാർട്ടും ഇവള് ക്രൂസും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വന്നത് സ്റ്റുഡ് അപ്പാർട്ട് ത്രൂ ആണ്. അപ്പോൾ നാട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ഏജൻസി തന്നെ ആയിരുന്നു അതിൻ്റെ വെബ്സൈറ്റും അതെല്ലാം അവർ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പം അതിൻ്റെ ഒരു ലിങ്ക് ഉണ്ട്, അത് സ്റ്റുഡ് അപ്പാർട്ടിൻ്റെ എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡ് അപ്പാർട്ട് ത്രൂ ആയതുകൊണ്ട് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും ഞങ്ങൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ്ലി നമ്മൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ലൊക്കേഷൻ ആക്സസ് ചെയ്യുക, വിച്ച് ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഫ്രാൻസിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിയോമയിലായതുകൊണ്ട് ഇപ്പം നിയോമ തന്നെ 3 ക്യാമ്പസ് ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ പാരീസ്, റിയോൺ, റാൻസ്. അപ്പോൾ ഞങ്ങൾ റാൻസ് ആയതുകൊണ്ട് ആ ലൊക്കേഷൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ നിയർ ആയിട്ടുള്ള ഏരിയയിലെ അപ്പാർട്ട്മെൻറ്റ്സും സ്റ്റുഡിയോസും റൂംസും അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ അതിൽ തന്നെ റെൻറ്റ് കാണിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ എത്ര ഇപ്പോൾ ആ വീട്ടിൽ അതിൻ്റെ ഇമേജസ് ഉണ്ടായിരിക്കും, എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അതിൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, ഇപ്പോൾ വാഷിംഗ് മെഷീൻ, ഓവൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ എല്ലാം ചെക്ക് ചെയ്ത് നന്നായിട്ട് നോക്കുക. പിന്നെ എൻ്റെ കേസിൽ ഞാൻ ഇതിപ്പോൾ എൻ്റെ വീടാണ്. ഇത് ഒരു ഡൈനിങ് ഏരിയ എന്ന ഒരു സ്പേസ് ആണ് ഇവിടെ. അപ്പം എൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞാൽ 370 യൂറോസ് ആയിരുന്നു. പക്ഷെ നമ്മൾ നാട്ടിൽ വെച്ച് നമ്മൾ സ്റ്റുഡ് അപ്പാർട്ട് ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം പേയ്മെൻറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് അപ്പം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 370 ആണ് എൻ്റെ റെൻറ്റ്, മന്ത്ലി റെൻറ്റ്. പിന്നെ ഡെപ്പോസിറ്റ്, അത് നമുക്ക് ഡെപ്പോസിറ്റ് വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി. അതെല്ലായിടത്തും നമ്മൾ കൊടുക്കുന്ന പോലെ. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എമൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് ഉണ്ട്. അത് ഒരു 330 ആയിരുന്നു എനിക്ക്. പിന്നെ ഗ്യാരണ്ടിയർ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് വരുന്നുണ്ട്. അതും ഏകദേശം ഈ റേഞ്ച് തന്നെയാണ്. സോ അതും ഫുള്ള് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അക്കോമഡേഷൻ സർട്ടിഫിക്കറ്റും പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റും കിട്ടുന്നത്. പിന്നെ ഈ സ്റ്റുഡ് അപ്പാർട്ട് ത്രൂ നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു സേഫ് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്യുന്നത് നമുക്ക് വിസ പ്രോസസ്സിനെല്ലാം നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വേണം. സോ പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് റൂമുണ്ടോ അതുണ്ടോ, അപ്പം അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് സ്റ്റുഡ് അപ്പാർട്ട് നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ്, ഫസ്റ്റ് മന്ത് പേയ്മെൻറ്റ് നമ്മൾ എപ്പോഴാണോ ഫ്രാൻസിൽ വരുന്നത് അറൈവ് ചെയ്യുന്ന ഡേറ്റിൽ ആ എമൗണ്ട് ഇവിടുത്തെ ആ ഓണറിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് സ്റ്റുഡ് അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള സോണാണ്. നമ്മുടെ പൈസ പോവുമോ, ഇവിടെ ഇങ്ങനെ ഒരു വീടുണ്ടോ, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടോ, അത് ഒരു പ്രശ്നമില്ല. ഒരു സേഫായിട്ടുള്ള സോണാണ് സ്റ്റുഡ് അപ്പാർട്ട്. സോ ഇതാണ് സ്റ്റുഡ് അപ്പാർട്ടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ വന്നത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് എന്നെല്ലാം ഞങ്ങൾ ഈ വീഡിയോ തന്നെ കാണിക്കാം. അടുത്ത് ഞാൻ വന്നത് ക്രൂസ് എന്ന് പറഞ്ഞൊരു അക്കോമഡേഷൻസ് ഇതുവരെയാണ്. ക്രൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടി സബ്സിഡൈസ് റേറ്റിൽ അവർ കൊടുക്കുന്നത്, നമ്മുടെ ഹോസ്റ്റൽ പോലെ, നാട്ടിൽ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ പോലെ. ബട്ട് ന്യൂമാരി പിള്ളേർ മാത്രമായിരിക്കത്തില്ല, എല്ലാ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കോമഡേഷനാണ് അത്. ക്രൂസിൻ്റെ വൺ ഓഫ് ദ ഡിമെറിറ്റ് എന്ന് പറയുന്നത് അത് കുറച്ച് ഡിലേ ആയിരിക്കും. ഞാൻ ഈ ക്രൂസൊക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നവംബർ ഡിസംബർ എൻഡൊക്കെ ആയി. സോ അതുകൊണ്ട് തന്നെ ഒരു പ്രൊവിഷണൽ അക്കോമഡേഷൻ ലെറ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മേടിച്ചാണ് വിസനൊക്കെ അപ്ലൈ ചെയ്തത്. പിന്നെ ക്രൂസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് തന്നെ ഇവിടെ ഒരുപാട് ഏരിയാസിൽ ക്രൂസ് ഉണ്ട്. അവർ നമുക്കൊരു ബ്രോഷർ തരും, നമുക്ക് ക്രൂസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ. നോമ തന്നെ അവരുടെ വെബ്സൈറ്റിൽ കൂടെ ലിങ്കൊക്കെ തരും നമുക്ക്. അതിന് കുറേ മെയിൽസും ഒക്കെ അവർ സെൻഡ് ചെയ്യും ഏത് ഇതാണ് വേണ്ടതെന്ന്. അപ്പോൾ അവർക്ക് ഒരുപാട് അക്കോമഡേഷൻസ് ഉണ്ട്. നമ്മളതിൽ ഏതെങ്കിലും 3 നമ്മൾ പ്രിഫർ ചെയ്യണം. ഇതാണ് നമ്മുടെ പ്രിഫറൻസ് എന്ന് പറഞ്ഞ് 3 പ്രിഫറൻസ് ഇടണം. നമുക്കിപ്പം റൂംമേറ്റ്, നമുക്ക് ഓൾറെഡി നാട്ടിൽ നിന്ന് നമ്മളെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് റൂംമേറ്റിനെയും ലിസ്റ്റ് ചെയ്യാം. ഇന്ന പേഴ്സൺ എനിക്ക് റൂംമേറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഈ 3-ലും ഏതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. അവർ അലോട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസ് ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ റെക്കോർഡ്സും കൂടെ നോക്കും, നമ്മളെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അതൊക്കെ നോക്കും. എന്നിട്ട് ആണ് അവർ അക്കോമഡേറ്റ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് കിട്ടിയാൽ കിട്ടി. സോ ഓൾവേസ് ഇപ്പം നിങ്ങൾ വരാൻ സമയത്താണ് നിങ്ങൾ അക്കോമഡേഷനൊക്കെ നോക്കണമെങ്കിൽ ക്രൂസ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് നല്ലതായിരിക്കത്തില്ല. ബിക്കോസ് ചിലപ്പം കിട്ടത്തില്ല. സ്റ്റുഡ് അപ്പാർട്ട് ആയിരിക്കും ബെറ്റർ.
പിന്നെ ക്രൂസ് നമ്മൾ പേയ്മെൻറ്റ് ഓൾറെഡി എല്ലാം പേ ചെയ്യണം. അതായത് ഇപ്പോൾ എനിക്ക് 4 മാസമാണ് ക്രൂസ്. സോ 4 മാസത്തെ റെൻറ്റും 1 മാസത്തെ റെൻറ്റ് ആസ് ഡെപ്പോസിറ്റ് നമ്മൾ പേ ചെയ്യണം. ഞാൻ പേ ചെയ്ത എമൗണ്ട് €258 ആണ് പെർ മന്ത് റെൻറ്റ് പേ ചെയ്തത്. സോ 4 മാസത്തിൻ്റെയും ഡെപ്പോസിറ്റും പേ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ തന്നെ അവർ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് തരും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ക്രൂസിന് നമ്മൾ എപ്പോഴും ഹൗസിംഗ് ഇൻഷുറൻസ് എടുക്കണം. ഹൗസിംഗ് ഇൻഷുറൻസ് ഏത് വെബ്സൈറ്റിൽ വേണം ഇൻഷുറൻസ് എടുക്കാം. അലയൻസിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ബാങ്കിൻ്റെയോ ഹൗസിംഗ് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രൂഫ് കൂടെ നമ്മൾ ഇവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടെ വന്ന് അവർ പറയും ഏത് സമയത്ത് വരാൻ പറ്റും. മൺഡേ ടു ഫ്രൈഡേ മാത്രമേ അവർ ഓപ്പൺ ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോഴേ നമുക്ക് വന്ന് കീ ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും മോർണിംഗ് ടൈമിലായിരിക്കും വരുന്നത്. അപ്പോൾ ഒരുപാട് റൂൾസ് ഉണ്ട് ക്രൂസിന്. അല്ലാതെ ക്രൂസ് നൈസാണ്. വേറെ സബ്സിഡൈസ് ആയതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. സ്റ്റുഡാപ്പാർട്ട് ത്രൂ നമുക്ക് എങ്ങനെയാണ് അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഗൂഗിൾ എടുത്തിട്ട് സ്റ്റുഡാപ്പാർട്ട് എന്ന് സെർച്ച് ചെയ്യുക. ആൻഡ് ദ ഫസ്റ്റ് വൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻട്രാഫേസ് ഓപ്പൺ ആയിട്ട് വരും. ആൻഡ് ഹിയർ നമുക്ക് കുറേ അധികം പ്ലേസസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ വെബ്സൈറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഓരോ ഹൗസിൻ്റെ ഒക്കെ ഒരു ഇൻട്രാഫേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് ഫ്രഞ്ച് ആയതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ നൗ നമുക്ക് സ്റ്റാർട്ട് സെർച്ചിങ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഹിയർ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഫ്രാൻസിലേക്ക് വരുമ്പോൾ ഞാൻ സ്റ്റുഡാപ്പാർട്ട് ഈ മെയിൽ ഐ ഡി ത്രൂ ആണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് സിറ്റി ഓർ പോസ്റ്റൽ കോഡെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ പോസ്റ്റൽ കോഡ് ഉണ്ട്. നമുക്ക് ഇവിടെ വരുമ്പോൾ ഒന്നുകിൽ അത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ റാൻസിലാണ് എൻ്റെ കോളേജിൻ്റെ ഏരിയ. അപ്പം ആ പ്ലേസിൻ്റെ നെയിം സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹൗസസ് പല റേഞ്ചസിലുള്ളത്, എനിക്കിപ്പോൾ ഒരു 450, 430 ആ ഒരു റേഞ്ചാണ് ഇപ്പം ഇവിടെ കാണിച്ചേക്കുന്ന. ഒരു 429, 430, 350 ഇതാണ് ഞാനിപ്പോൾ താമസിക്കുന്ന വീട്. പിന്നെ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ അത് മാക്സിമൈസ് 450 ആണ് മാക്സിമം കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് ചേഞ്ചബിൾ ആണ്, കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം. നമ്മളുടെ കൺവീനിയൻസ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഇടുക. എപ്പോഴും അറൗണ്ട് ഒരു 600 അറൗണ്ട് ഇടുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം അത് ഓരോരുത്തരുടെ കേസ് അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള എമൗണ്ട് നമുക്ക് ഇടാം. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിലുള്ള ഒരു റെക്കമെൻഡേഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഡ്യൂറേഷൻ. ഇപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര ഡ്യൂറേഷൻ ആണെന്നൊക്കെ അതിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 6 മന്ത് വേണേ, 12 മന്ത്, പിന്നെ കലണ്ടറിൽ നമുക്ക് അത് കൊടുക്കാം. അപ്പം ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കൈൻഡ് ഓഫ് റെക്കമെൻഡേഷൻസ് ആയിരിക്കും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് പിന്നെ അക്കോമഡേഷൻ ടൈപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ഫുൾ ടൈം അക്കോമഡേഷൻ ഉണ്ട്, ഷെയർഡ് അക്കോമഡേഷൻ ഉണ്ട്, പിന്നെ ഹോം സ്റ്റേ റൂമുണ്ട്, അക്കോമഡേഷൻ ഇൻ എക്സ്ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഷെയർഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറേ അധികം വന്നിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് റൂംസ് എത്ര വേണം, സ്റ്റുഡിയോ വേണോ, നമ്പർ ഓഫ് എത്ര ബെഡ്റൂംസ് വേണം, എല്ലാം നമുക്ക് ഈച്ച് ആൻഡ് ഇൻഡിവിജ്വൽ കാര്യങ്ങൾ നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് അവരുടെ ക്രൈറ്റീരിയ ആണ്. ഇപ്പോൾ ടെനൻറ്റ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ മെൻഷൻ ചെയ്യാം. പിന്നെ അവരുടെ എക്യുപ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ accessibility, additional criteria like that. And after that നമുക്ക് ഒരു റൂം ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഇതാണിപ്പം നമ്മൾ എടുത്തേക്കുന്ന ഒരു 4 പീപ്പിളിൻ്റെ ഫ്ലാറ്റ് ഷെയർ ആണിത്. 450 ആണ് റെൻറ്റ്. അപ്പം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവിടുത്തെ 360 വ്യൂ കാണാൻ പറ്റും. ആൻഡ് ഇപ്പം മുകളിലേക്ക് വേണം, ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുത്തെ അഡ്വാൻറ്റേജസ് എല്ലാം അവർ മെൻഷൻ ചെയ്തിരിക്കും. അപ്പം പിന്നെ ജനറൽ ഇൻഫർമേഷൻ 4 റൂമുണ്ട്, 4 പേർക്കും കൂടെ ഷെയർഡ് ആയിട്ടുള്ള 1 ബാത്റൂം ആയിരിക്കും. പിന്നെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണുള്ളത്, 20+ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം ഈച്ച് ആൻഡ് ഇൻഡിവിജ്വൽ കാര്യങ്ങളും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മൈക്രോവേവ്, ഡ്രയർ, ലൈക്ക് ദാറ്റ് എക്സെട്ര.
ആൻഡ് ദാറ്റ് ഇപ്പോൾ നമ്മുടെ സ്റ്റുഡാപ്പാർട്ട് ആരാണോ ഇതിൻ്റെ ഓണർ അവരുടെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത്. അവരുടെ റെസ്പോണ്ട് റേറ്റും കൊടുത്തിട്ടുണ്ട് 100%. ആൻഡ് നമുക്ക് ഇത് ത്രൂ ആണ് സെൻഡ് എ മെസ്സേജ് ടു ദ ലാൻഡ് ലോഡ്. ഇത് ത്രൂ നമുക്കാണ് അവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നത്. പിന്നെ ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ത്രൂ നമുക്ക് ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ഇപ്പം നമ്മുടെ കോളേജിലാണെന്നുണ്ടെങ്കിൽ അത് ടു കമ്പയർ ചെയ്ത് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കാൻ പറ്റും. അതിനുശേഷം ഇതിപ്പം 1 2 3 4 4 റൂംസ് ഉണ്ട്. 4 റൂംസും നമുക്ക് കാണാൻ പറ്റും. അതിന് ഈച്ചിനും ഡിഫറെൻ്റ് റേഞ്ച് ഓഫ് റേറ്റ് ആയിരിക്കും. ബിക്കോസ് അതിൻ്റെ ഇപ്പം 11 മീറ്റർ സ്ക്വയറിന് 450 ഉള്ളൂ. അപ്പം ഏരിയ അനുസരിച്ച് പൈസ കൂടുകയും പൈസ കുറയുകയും ചെയ്യും. സോ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ലാൻഡ് ലോഡിന് മെസ്സേജ് അയക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൂം ഏതാണോ അത് വെച്ചിട്ട്. പിന്നെ എനർജി, ഗ്ലാസ്, ലൈക്ക് അങ്ങനെയുള്ള അനദർ ക്രൈറ്റീരിയാസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. മിനിമം നമുക്ക് റെൻ്റൽ പീരീഡ് 3 months എങ്കിലും വേണം. ഇപ്പം നമ്മൾ ഇതിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ഓരോ ഹൗസിനും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. ID, RIB, പാസ്പോർട്ട്, ലൈക്ക് ദാറ്റ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണമെന്ന് അവർ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ പറയും. അതിനുശേഷം എങ്ങനെയാണ് മെസ്സേജ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് സബൈൻ ഫ്ലെമേ, അങ്ങനെയാണ് എൻ്റെ റെൻഡറിൻ്റെ പേരാണ്. അപ്പോൾ പുള്ളിക്കാരന് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. ഇപ്പോഴും എൻ്റെ അടുത്ത് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമിൽ എങ്ങനെയാണ് മെസ്സേജ് അയച്ചെന്നൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ബോഞ്ചൂർ, ഐ എം ആദിത്യ വിജയ്, ഞാൻ നിയോമ സ്റ്റുഡൻ്റാണ്. പിന്നെ അതിൽ നമ്മൾ എത്ര മാസം 6 month പീരീഡാണ് എനിക്ക് വേണ്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈം എല്ലാം മെൻഷൻ ചെയ്ത് വേണം നമ്മൾ ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാം നമ്മൾ ആ രീതിയിൽ നല്ല രീതിയിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ നമുക്ക് ഓക്കെ ആണ് നമ്മൾ പറയുന്ന ടൈം പീരീഡ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കൊരു പ്രപ്പോസൽ അയക്കും. ഇപ്പോൾ നമുക്ക് മുകളിൽ കാണാൻ പറ്റും. ആദ്യം നമ്മൾ മെസ്സേജ് അയക്കണം, സെക്കൻഡ് വൺ പ്രപ്പോസൽ സെൻഡ് ചെയ്യണം, തേർഡ് വൺ അക്സെപ്റ്റ് റിസർവേഷൻ റിക്വസ്റ്റ്. അതിനുശേഷം ഞാൻ ഇവിടെ എൻ്റെ പ്രപ്പോസലിൽ കൊടുത്തിട്ടുണ്ട് January 1 ആണ് എൻ്റെ തുടങ്ങുന്നത്, 6 month ഡ്യൂറേഷൻ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ റെൻറ്റ് കൂടാതെ തന്നെ വേറെ അഡീഷണൽ പേയ്മെൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് 370 ആയിരുന്ന എൻ്റെ റൂമിൻ്റെ റെൻറ്റ് ഇപ്പോൾ എൻ്റെ റെൻറ്റ് 380 ആണ്. അപ്പം ടോട്ടൽ സർവീസ് ചാർജും സ്റ്റുഡാപ്പാർട്ട് ഗ്യാരണ്ടി എമൗണ്ടും എല്ലാം കൂടെ കൂട്ടി ഞാൻ 968 euros ആണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്തിരുന്നത്. സോ അത് നമ്മൾ ശ്രദ്ധിക്കുക. എനിക്കിപ്പം 370 euros ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഒരു റേഞ്ച് വന്നത്. ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് കൂടാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പ്രപ്പോസലിൽ ലൈക്ക് അക്സെപ്റ്റും ഡിക്ലൈനും ഉണ്ട്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് പേയ്മെൻറ്റ് ഒരു മെത്തേഡിലേക്കാണ് പോകുന്നത്. കാർഡ് ത്രൂ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇൻ്റർനാഷണൽ മോഡ് ആക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ സ്റ്റുഡാപ്പാർട്ട് തന്നെ അക്കോമഡേഷൻ സർട്ടിഫിക്കറ്റും പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യും. അവർ നമുക്ക് മെയിൽ അയക്കുകയും നമുക്ക് സ്റ്റുഡാപ്പാർട്ടിൽ തന്നെ നമുക്ക് അക്കോമഡേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമുക്ക് ബാക്കിയുള്ള വിസ പ്രോസസ്സിനും അതർ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതാണ് ബേസിക്കലി 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കോമഡേഷൻ ബുക്കിംഗ്. പിന്നെ ഞങ്ങൾ ബേസിക്കലി ഈ 2, അതായത് സ്റ്റുഡാപ്പാർട്ടും ക്രൂസിനെയും മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം ഇത് രണ്ടും ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള അക്കോമഡേഷൻ ആണ്. പിന്നെ വേറെ കുറച്ച് അധികം വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ന്യോമ തന്നെ ഇവർ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തു. ബിക്കോസ് ഞാൻ വരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എനിക്ക് മെയിൽ വന്നായിരുന്നു, സ്റ്റുഡാപ്പാർട്ട് വഴി പോവാം അല്ലെങ്കിൽ ക്രൂസ് വേണമെന്ന് ന്യോമ തന്നെ മെയിൽ സെൻഡ് ചെയ്തായിരുന്നു. സോ യൂണിവേഴ്സിറ്റിയും സപ്പോർട്ട് ചെയ്യുന്ന 2 ഇതായതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മാത്രം തന്നെ സംസാരിക്കുന്നത്, സേഫ് ഓപ്ഷൻ ആയതുകൊണ്ട്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആൻഡ് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.